നമസ്കാരം. എഡ്യൂപോർട്ടിൻ്റെ +1 യൂണിറ്റ് എക്സ്പ്ലനേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ 3 യൂണിറ്റുകൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ഇനി നാലാമത്തെയും അവസാനത്തെയും യൂണിറ്റായിട്ടുള്ള യൂണിറ്റിലെ 2 പാഠങ്ങളാണ് അലങ്കാരാഹ വൃത്താനി. ഈ 2 ചാപ്റ്റേഴ്സാണ് നമുക്ക് ഇതിലുള്ളത്. ഇതിലാദ്യം പറയുന്നത് എന്താണ്? കാവ്യം എന്താണ്? കാവ്യം എന്ന് പറയുന്നു അദോഷവും സഗുണവും സാലങ്കാരവും ശബ്ദാർത്ഥവും കാവ്യം. ദോഷമില്ലാത്തതും ഗുണങ്ങളോട് കൂടിയതും അലങ്കാരത്തോട് കൂടിയതുമായിട്ട് ശബ്ദാർത്ഥമാണ് കാവ്യം എന്ന് പറയുന്നു. എന്താണ് ഈ കാവ്യത്തിൽ എന്താണ് അലങ്കാരങ്ങൾ എന്താണ് എന്നിവിടെ പറയുന്നു. കാവ്യത്തിൻ്റെ ശോഭ വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ് അലങ്കാരങ്ങൾ എന്ന് പറയുന്നത്. എപ്രകാരമാണ് നമ്മൾ മനുഷ്യന്മാർ, പുരുഷന്മാരും സ്ത്രീകളും മാലയും വളയും കമ്മലും ബ്രേസ്ലെറ്റും മേക്കപ്പൊക്കെ ചെയ്യുന്നത്, അതേപോലെ അലങ്കാരങ്ങൾ കാവ്യത്തിൻ്റെ ശോഭയെ വർദ്ധിപ്പിക്കുന്നവയാണ് എന്ന് പറയുന്നു. അലങ്കാരങ്ങൾ 2 വിധത്തിലാണുള്ളത്. ശബ്ദാലങ്കാരങ്ങൾ എന്നും അർത്ഥാലങ്കാരങ്ങൾ എന്നും. ശബ്ദാലങ്കാരങ്ങൾ എന്ന് പറഞ്ഞാൽ യമകം, അനുപ്രാസം മുതലായിട്ടുള്ള അലങ്കാരങ്ങളാണ് ശബ്ദാലങ്കാരങ്ങൾ. ഉത്പ്രേക്ഷ, ഉപമ തുടങ്ങിയിട്ടുള്ള അലങ്കാരങ്ങളാണ് അർത്ഥാലങ്കാരങ്ങൾ എന്നർത്ഥം. മറ്റേത് ശബ്ദത്തിനാണ് ശോഭ. ഇപ്പോൾ ജടാടവി ഗലജ്വല പ്രഭാവപാവിത സ്ഥലേ ഗളേ ബലം വിലം വിതാം ഭുജംഗതും ഗമാലികാം ഡമട്ട് 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 ഡമൻ നിനാദവട്ട് ഡമർവയം ചകാരചന്ദ്രതാണ്ഡവം കരോദിന ശിവശിവം. ഇതെന്താണ്? ശബ്ദാലങ്കാരങ്ങളാണ്. അത് ശബ്ദത്തിനാണ്, ശബ്ദത്തിൻ്റെ ചമത്കാരം കൊണ്ടാണ് അവിടെ കാവ്യത്തിന് ഭംഗി വരുന്നത്. അർത്ഥാലങ്കാരങ്ങളിൽ അതിൻ്റെ അർത്ഥത്തിൻ്റെ ശോഭ കൊണ്ടാണ് കാവ്യത്തിന് ഭംഗി വരുന്നത്. അപ്പോൾ സാദൃശ്യമൂലകങ്ങൾ, അതിശയമൂലകങ്ങൾ, ശ്ലേഷമൂലകങ്ങൾ, സ്വഭാവമൂലകങ്ങൾ എന്നിങ്ങനെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഉപമ മുതലായ അലങ്കാരങ്ങൾ, അതിശയോക്തി മുതലായ അലങ്കാരങ്ങൾ, ശ്ലേഷം മുതലായ അലങ്കാരങ്ങൾ, സ്വഭാവോക്തി മുതലായിട്ടുള്ള അലങ്കാരങ്ങളാണ് ഉള്ളത് അർത്ഥാലങ്കാരങ്ങളിൽ. ഇനി ഉപമയെന്ന് പറഞ്ഞാൽ എന്താ? വർണ്ണിക്കാൻ യോഗ്യമായ വസ്തുവാണ് വർണ്ണ്യം. അതായത് ഉപമിക്കാൻ യോഗ്യമായ വസ്തു ആണ് ഉപമേയം. അതായത് ഇപ്പോൾ മുഖം, നമ്മുടെ മുഖത്തെ പറ്റിയാണ് വർണ്ണിക്കുന്നതെങ്കിൽ അതിന് ഉപമിക്കാൻ പറ്റിയ വസ്തുവാണ് ചന്ദ്രൻ. മുഖം ചന്ദ്രനെ പോലെ. അപ്പോൾ അതാണ് ഉപമേയം ആയിട്ട് വരുന്നത്. ഓക്കെ. ഇനി ഉപമാനം എന്ന് പറഞ്ഞാൽ എന്താ? എന്തിനോടാണ് ഉപമിക്കുന്നത് അത് ഉപമാനം. അത് പ്രകൃതമായ വസ്തു. നമ്മളിപ്പോൾ എന്തിനോടാ പറയുക? മുഖം ചന്ദ്രനെ പോലെ എന്ന് പറയില്ലേ? അപ്പോൾ ചന്ദ്രൻ ആണ് എന്ത്? ഉപമാനമായിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് നോക്കാം. ഉപമ, ഉത്പ്രേക്ഷ എന്നീ 2 അലങ്കാരങ്ങളാണ് ഈ പാഠഭാഗത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. എന്താണ് അത്? സാദൃശ്യമൂലകങ്ങളായിട്ടുള്ള അലങ്കാരങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. ഉപമയുടെ ലക്ഷണം എന്താണ്? ഉപമ എത്ര സാദൃശ്യ ലക്ഷ്മിയിൽ ഉല്ലസതി ദ്വയോഹോ എന്നാണ്. അതിൻ്റെ ഉദാഹരണം ഹംസീവ കൃഷ്ണത്തെ കീർത്തി സ്വർഗംഗാം അപകാഹതേ എന്നാണ്. യാതൊരു കാവ്യത്തിലാണോ ഉപമാനം, ഉപമയം എന്നീ 2 വസ്തുക്കൾ ഹൃദയത്തിൽ ആഹ്ലാദം ജനിപ്പിക്കുന്ന വിധത്തിൽ സാദൃശ്യത്തെ സുവ്യക്തവും സ്പഷ്ടവുമായി പ്രകാശിപ്പിക്കുന്നത്, അവിടെ ഉപമ അലങ്കാരം എന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ എന്താണ്? ഇവിടെ ഉദാഹരണം എന്താണ്? ഹംസീവ കൃഷ്ണത്തെ കീർത്തി സ്വർഗംഗാം അവഗാഹതേ. അല്ലയോ കൃഷ്ണ, നിന്റെ കീർത്തി, അങ്ങയുടെ കീർത്തി സ്വർഗംഗയിലെ അരയന്നങ്ങളെ പോലെ എന്താണ്? അങ്ങയുടെ കീർത്തി അരയന്നങ്ങളെ പോലെ സ്വർഗമാകുന്ന ഗംഗയിൽ പ്രവേശിച്ചിരിക്കുന്നു എന്നർത്ഥം. അതായത് അരയന്നങ്ങൾ സ്വർഗംഗയിലാണ് ഉണ്ടാവുക. എപ്രകാരം അരയന്നങ്ങൾ അവിടെയുണ്ടോ അതുപോലെ അങ്ങയുടെ കീർത്തി എന്ന് പറഞ്ഞതുകൊണ്ട് ഇവിടെ എന്താണ്? ഇവിടെ ഉപമാലങ്കാരമാണ്. ഇവിടെ കീർത്തിക്കും അരയന്നത്തിനുമുള്ള സാദൃശ്യ ലക്ഷ്മി സ്പഷ്ടമായി പ്രദർശിപ്പിക്കുന്നത് കൊണ്ട്, പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഉപമ എന്ന അലങ്കാരം. അടുത്തത് ഉപമയുടെ 4 ഘടകങ്ങളാണ്. ഉപമാനം, ഉപമേയം, സാധാരണ ധർമ്മം, ഉപമവാചകം. അതെന്താണെന്ന് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, നോക്കുക. അടുത്തത് പൂർണ്ണോപമയാണ്. ഈ 4 ഘടകങ്ങളും ഉണ്ടെങ്കിൽ അതിനെ പൂർണ്ണോപമ എന്ന് പറയും. ഇതിലേതെങ്കിലും ഒരു ഘടകത്തിന് കുറവുണ്ടെങ്കിൽ അതിനെ ലുപ്തോപമ എന്നായിരിക്കും പറയുക. ഓക്കെ. 1, 2, 3 ഘടകങ്ങളില്ലെങ്കിൽ അതിനെ ലുപ്തോപമ എന്ന് പറയും. അടുത്തത് എന്താണ്? ലുപ്തോപമയ്ക്ക് ഉദാഹരണം പറഞ്ഞിട്ടുണ്ട് തടിത് ഗൗരി. ഇപ്പം തടിത് ഇവ ഗൗരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഇവ ഇല്ല, അതുകൊണ്ട് എന്താണ് ഇവിടെ ലുപ്തോപമ എന്നർത്ഥം. അടുത്തത് ഉത്പ്രേക്ഷ അലങ്കാരമാണ്. സംഭാവന സ്യാദ് ഉത്പ്രേക്ഷ വസ്തു ഹേതു ഫലാത്മന എന്നാണ് അതിൻ്റെ ലക്ഷണം. വസ്തു ഉത്പ്രേക്ഷ, ഹേതുത്പ്രേക്ഷ, ഫലോത്പ്രേക്ഷ എന്ന് 3 വിധത്തിലുണ്ട് ഉത്പ്രേക്ഷ അലങ്കാരം എന്ന് പറയുന്നു. വസ്തുത്പ്രേക്ഷയ്ക്ക് ഇവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്, ലക്ഷണം കൊടുത്തിട്ടുണ്ട്. കസ്യജിത് വസ്തുനഃ വസ്തുവന്തര താതാത്മ്യ സംഭാവന വസ്തുത്പ്രേക്ഷ എന്ന്. ഒരു വസ്തുവിന് മറ്റൊരു വസ്തുവിനോടുള്ള സാദൃശ്യം, സംഭാവന, സങ്കല്പിക്കൽ ചെയ്യലിനാണ് വസ്തുത്പ്രേക്ഷ എന്ന് പറയുന്നത്. ഇവിടെ ധൂമസ്തോമം തമശങ്കേ കേകി വിരഹ സുഷ്മണം. ഇവിടെ തമസിനെ പറഞ്ഞിരിക്കുകയാണ്. ഇല്ലാത്തൊരു ധൂമം ആണ് എന്ന് തോന്നുമാറ് ഇവിടെ പറഞ്ഞിരിക്കുക ചെയ്യുന്നത്. വിരഹാഗ്നിയിൽ നിന്നും ഉണ്ടായ ധൂമപടലമാണോ എന്ന് ഞാൻ ശങ്കിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ്? രാത്രി വർദ്ധിച്ചു വരുന്ന അന്ധകാരമാകുന്ന വസ്തു ചക്രവാക പക്ഷിയുടെ വിരഹാഗ്നിയിൽ നിന്നും ഉണ്ടായ പുകപടലമാണോ എന്ന് മറ്റൊരു വസ്തുവുമായി സങ്കല്പിച്ചിരിക്കുന്നു. അപ്പോൾ എന്താണ്? അവിടെ ഒന്നിനെ മറ്റൊന്നായിട്ട് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ വസ്തുത്പ്രേക്ഷ എന്ന് പേര്. മന്യേ, ധ്രുവം, പ്രായഃ, നൂനം ഇവ എന്നീ ശബ്ദങ്ങളുണ്ടെങ്കിൽ അതെന്താണ്? ഉത്പ്രേക്ഷയാണ്, വസ്തുത്പ്രേക്ഷയാണ്, ഉത്പ്രേക്ഷയിലാണ്. അടുത്ത ഹേതു
അഹേതോഹോ ഹേതുഭാവേന സംഭാവന ഹേതുപ്രേക്ഷ എന്നാണ്. കാരണമില്ലാത്തതിനെ കാരണമായി കൽപ്പിക്കുകയും ചെയ്യുന്നത്. അതായത് സ്വാഭാവികമായിട്ടൊരു സാധനമുണ്ട്, അപ്പോൾ അതുണ്ടായത് അതല്ലാത്തൊരു കാരണം കൊണ്ടാണോ എന്ന് ശങ്കിക്കുന്നതിനെയാണ് എന്ത് പറയുക, ഹേതുപ്രേക്ഷ എന്ന് പറയുക. അതിന് ഉദാഹരണം രക്തോ തവാഘ്രി മൃദലോ ഭുവി വിക്ഷേപണാത് ധ്രുവം. സാധാരണ കാലുകളുടെ അടിഭാഗം ചുവന്നിട്ടാണ് ഉണ്ടാവുക. അപ്പം എന്താണ്, നിൻ്റെ കാലിൻ്റെ ചുവപ്പ് നീ ഭൂമിയിൽ സ്പർശിച്ചത് കൊണ്ടാണോ എന്ന് ഞാൻ ശങ്കിക്കുന്നു, അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കും എന്ന് ഞാൻ പറയുന്നു. അവിടെ എന്താണ്, ഇവിടെ സ്വാഭാവികമായിട്ട് കാൽപാദത്തിൻ്റെ ചുവപ്പിനെ ഇല്ലാത്തത് കാരണം ഭൂമിയിൽ തൊട്ടത് കൊണ്ടാണ് വന്നത് എന്ന് ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അതെന്താണ്, അത് ഇല്ലാത്തൊരു സാധനമാണ് അത്. അപ്പോൾ അങ്ങനെ പറഞ്ഞത് കൊണ്ട് ഇവിടെ എന്താണ്, ഇതിന് ഹേതുപ്രേക്ഷ എന്നർത്ഥം. ഓക്കെ, അടുത്തത് ഫലോത്പ്രേക്ഷ. ഫലമില്ലാത്തതിനെ ഫലമായി ഉത്പ്രേക്ഷിക്കുന്നതാണ് ഫലോത്പ്രേക്ഷ. പ്രായോബ്ജം ത്വത്പതേനൈക്യം പ്രാപ്തും തോയേ തപസ്യതി എന്നാണ്. ഇവിടെ എന്താണ്, അല്ലയോ കാന്തേ, സാധാരണമായി താമര അതിൻ്റെ പാദത്തോട് തുല്യത പ്രാപിക്കുന്നതിനെ ജലത്തിൽ തപസ് ചെയ്യുന്നു എന്നാണ്. ഇവിടെ താമരയുടെ ജലത്തിലെ നിൽപ്പ് സ്വാഭാവികമാണ്. അപ്പോൾ അവിടെ സ്വാഭാവികമാണ്, താമര എപ്പോഴും നിൽക്കുന്നത് ജലത്തിലാണ്. അതെന്തിനാണ്, നിൻ്റെ കാമിനിയുടെ പാദത്തോട് തുല്യത പ്രാപിക്കാനാണ് എന്ന ഫലത്തോടു കൂടി ഇവിടെ ഉത്പ്രേക്ഷിക്കുകയാണ്. ആക്ച്വലി അതിനാണോ നിൽക്കുന്നതല്ല, താമരയുടെ സ്വാഭാവികമായിട്ടുള്ളതാണ് എന്ത്, വെള്ളത്തിൽ നിൽക്കുക എന്നുള്ളത്. അപ്പോൾ അതിനെ എന്താണ്, ഈ ഫലത്തോടു കൂടി ഉത്പ്രേക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് ഇവിടെ ഫലോത്പ്രേക്ഷ എന്നർത്ഥം. അപ്പോൾ അവിടെ ആ ചാപ്റ്റർ കഴിയാണ്. നമുക്ക് അവസാനത്തെ 12ാമത്തെ പാഠമായിട്ടുള്ള വൃത്താനി ആണ് നമുക്കിനി നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. വൃത്തങ്ങൾ 4 പദങ്ങളിൽ ഉള്ളതാണ് വൃത്തങ്ങൾ. അതൊക്കെ നിങ്ങൾക്കറിയാം. എന്താ പറയുക, വൃത്തങ്ങൾ എങ്ങനെയാണ് വൃത്തങ്ങളെ തിരിക്കേണ്ടത്. നമ്മൾ 3 ലൈനായിട്ടാണ് വൃത്തത്തെ തിരിക്കുക എന്നൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. സംസ്കൃത സാഹിത്യത്തിൽ ഉള്ള ഒരു ശാസ്ത്രമാണ് ഛന്ദശാസ്ത്രം. വൃത്തശാസ്ത്രത്തെ നമ്മൾ ഛന്ദശാസ്ത്രം എന്നാണ് പറയുക. ഓക്കെ, മാത്രാവൃത്തമെന്നും വർണ്ണവൃത്തമെന്നും 2 തരത്തിലുണ്ട്. അത് വർണ്ണവൃത്തത്തിൽ സമവൃത്തം, അർദ്ധസമവൃത്തം, വിഷമവൃത്തം എന്നീ വൃത്തങ്ങളാണുള്ളത്. ലഘു, ഗുരു, വിവേകം. നിങ്ങൾക്കറിയാം ലഘു എങ്ങനെയാണ്, ഗുരു എങ്ങനെയാണ് തിരിക്കേണ്ടത് എന്നൊക്കെ നിങ്ങൾക്കറിയാം. വളരെ എന്താ പറയുക, ചുരുക്കി നിങ്ങൾക്ക് ചാപ്റ്ററിൽ എന്താണ് പറയുന്നത് എന്ന് പറയലാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് വേഗം പറഞ്ഞു പോകുന്നത്. ഗണവിവേക, എങ്ങനെയാണ് ഗണം തിരിക്കുക. ആദിമധ്യാവസാനേഷു യരതായാന്തി ലാഘവം മനസ ഭജസ ഗൗരവം യാന്തി മനോത്തു ഗുരു ലാഘവം എന്ന് പറഞ്ഞിരിക്കുന്നു. ആദ്യ മധ്യ അവസാനമായിട്ട് ലഘു വരുന്നത്, ആദ്യ മധ്യ അവസാനമായിട്ട് ഗുരു വരുന്നത്, പിന്നെ സർവ്വലഘുവും സർവ്വഗുരുവും, സർവ്വഗുരു സർവ്വലഘു അങ്ങനെയാണ് അത്തരത്തിൽ പറഞ്ഞിട്ടുണ്ട്. ലഘു ഗുരു ചിഹ്നങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞിരിക്കുന്നു. ഇവിടെ ഉദാഹരണങ്ങൾ ഇതാ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ പോസ് ചെയ്ത് കാണുക. സമവൃത്തം ഏതൊക്കെയാണോ, ഉപജാതി വംശസ്ഥം വസ്തുതിലക തഥാ അനുഷ്ടുപ് ശ്ലോകഹാച്ച പ്രതിപാദ്യന്തെ. സമവൃത്തത്തിൽ, അസമവൃത്തത്തിൽ എന്താണ്, അർദ്ധസമവൃത്തത്തിൽ വിയോഗിനിയും ആണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഓരോ അനുഷ്ടുവൃത്തത്തിൻ്റെ ലക്ഷണം ശ്ലോകേ ഷഷ്ടം ഗുരുജ്ഞേയം സർവത്ര ലഘുപഞ്ചമം ദ്വിചതുഷ്പാദയോർ ഹ്രസ്വം സപ്തമം ദീർഘമന്യയോ എന്നാണ് ഇവിടെ അനുഷ്ടുവൃത്തത്തിൻ്റെ ലക്ഷണം പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ മലയാള പരിഭാഷ അർത്ഥം ഇവിടെ കൊടുത്തിട്ടുണ്ട്, നോക്കുക. ഇനി അതിന് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അനുഷ്ടുവൃത്തം ഭഗവത്ഗീതയിലെ ശ്ലോകങ്ങളോ അല്ലെങ്കിൽ രാമായണത്തിലെ ഏതെങ്കിലും ശ്ലോകങ്ങളോ അല്ലെങ്കിൽ ജനറലി ഉള്ള സുഭാഷിതങ്ങളൊക്കെ മോസ്റ്റ്ലി എന്താണ്, ഈ 8 അക്ഷരങ്ങൾ വരുന്നതൊക്കെ അനുഷ്ടുവൃത്തമാണ്. അപ്പോൾ എന്താണ്, അതിലേതെങ്കിലും ഉദാഹരണം എഴുതുക. എന്നിട്ടതിങ്ങനെ അതിൻ്റെ ഉദാഹരണം ലക്ഷണത്തോടു കൂടി സമന്വയിപ്പിച്ചിട്ട് ഇത്തരത്തിലാണ് നിങ്ങൾ പരീക്ഷയ്ക്ക് ചോദിച്ചാൽ എഴുതേണ്ടത്. അടുത്തത് ഇന്ദ്രവജ്രയാണ്. സ്യാദ് ഇന്ദ്രവജ്ര യദി തൗ ജഗൗഗഹ. വരികൾ തോറും തകണ ജഗണങ്ങളും 2 ഗുരുവും ചേർന്ന് 11 അക്ഷരങ്ങളുണ്ടെങ്കിൽ അതിനെ ഇന്ദ്രവജ്ര എന്ന് പറയുന്നു. അതിൻ്റെ ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ ഉദാഹരണത്തിനെ അടുത്തത് എന്താണ്, സമന്വയിപ്പിച്ച് എഴുതുക. അടുത്ത ഉപേന്ദ്രവജ്രയാണ്. ഉപേന്ദ്രവജ്ര ജതജാസ്തതോ ഗൗ എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓരോ പാദത്തിലും ജഗണ തകണ ജഗണ 2 ഗുരു എന്നിങ്ങനെ 11 അക്ഷരങ്ങളുണ്ടെങ്കിൽ ആ വൃത്തം ഉപേന്ദ്രവജ്രമായി കണക്കാക്കണം എന്ന് പറയുകയാണ്. അതിൻ്റെ ഉദാഹരണം ഇവിടെ കൊടുത്തിരിക്കുന്നത് അങ്ങനെ കൊടുത്തിട്ടുണ്ട്, തിരിച്ചിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ എക്സ്പ്ലനേഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്ര ഉക്തലക്ഷണസ്യ സത്വാത് ഉപേന്ദ്രവജ്ര ചതുർഷ്വപി പദേഷു ലക്ഷണം സമാനമേവ വസ്തുതഃ ഏതാദൃശസ്യ ശ്ലോകസ്യ പ്രഥമവർണ്ണാവഗമനേവ ഇന്ദ്രവജ്രായാः ഉപദ്രവജ്രായാः വാ ലക്ഷണസമന്വയः ഇത്യവഗമ്യത്തെ. പാദേ പ്രഥമവർണ്ണസ്യ ഗുരുത്വേ ഇന്ദ്രവജ്ര ലാഘവേ ഉപേന്ദ്രവജ്ര ഇതി. ഇപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഇവിടെ ലക്ഷണമനുസരിച്ച് വന്നതിനാൽ ഉപേന്ദ്രവജ്ര ഓരോ വരിയിലും ലക്ഷണം സമാനമാണ്. യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ശ്ലോകത്തിൻ്റെ 1ാമത്തെ അക്ഷരം തിരിച്ചറിഞ്ഞാൽ തന്നെ ഇന്ദ്രവജ്രയുടെയും ഉപേന്ദ്രവജ്രയുടെയും ലക്ഷണ സമന്വയമാണെന്നർത്ഥം. ഉപജാതി മനസ്സിലായോ എന്ന് മനസ്സിലാക്കാം. വരിയിൽ ആദ്യ വരി ഗുരുവാണെങ്കിൽ ഇന്ദ്രവജ്രയും
ആദ്യ വർണ്ണം ലഘുവാണെങ്കിൽ ഉപേന്ദ്രവജ്രയുമായിരിക്കും. ഒരു എളുപ്പപ്പടി പറഞ്ഞുതരാണ് എങ്ങനെയാണ് എന്നുള്ളത്. അടുത്ത ഉപജാതിയാണ്. അതിൻ്റെ ലക്ഷണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അനന്തരോദീരിത ലക്ഷ്മഭാജോ പാദൗ യദീയ ഉപജാതയസ്താഹ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉപജാതിയുടെ ഇന്ദ്രവജ്രോപേന്ദ്രവജ്രാലക്ഷണയോ ഏകസ്യവ ശ്ലോകസ്യ പാദേഷു മിശ്രണം ചേത് ഉപജാതി ഭവതി. ഇന്ദ്രവജ്ര ഉപേന്ദ്രവജ്ര ലക്ഷണങ്ങൾ ഒരേ ശ്ലോകത്തിൻ്റെ വരികളിൽ കലർന്നു വന്നാൽ അതിന് ഉപജാതി എന്ന് പറയും. അതിനിവിടെ ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. സാഹിത്യ സംഗീത കലാവിഹീന, നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെയാണ് ആ ശ്ലോകം. ഇവിടെ എന്താണ്? അത്ര പ്രഥമ ദ്വിതീയ ചതുർത്ഥപാദേഷു ഇന്ദ്രവജ്രായാഹ തൃതീയപാദേ ഉപേന്ദ്രവജ്രായാഹ ച ലക്ഷണസ്യ സമന്വയത്വാത് ഉപജാതി വൃത്തം. ഇവിടെ 1, 2, 4 ഈ 3 വരികളിൽ ഇന്ദ്രവജ്രയും മൂന്നാമത്തെ വരിയിൽ ഉപേന്ദ്രവജ്രയുമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഉപജാതി എന്ന പേര്. അടുത്തത് വംശസ്ഥമാണ്. ജതൗത്തു വംശസ്ഥമുദീരിതം ജരൗ എന്നാണ്. ഓരോ വരിയിലും ജഗണ തഗണ ജഗണ രഗണങ്ങളോട് കൂടി 12 വർണ്ണങ്ങളുള്ള അക്ഷരങ്ങൾ വന്നാൽ അതിനെ വംശസ്ഥം എന്ന് പറയുന്നു. അതിൻ്റെ ഇവിടെ ഉദാഹരണം കൊടുത്തിരിക്കുന്നു. ശ്ലോകം. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ലക്ഷണം തന്നിട്ട് ആ ലക്ഷണം ഏത് വൃത്തത്തിൻ്റെയാണ് ചോദിക്കാം. അല്ലെങ്കിൽ വൃത്തം തന്നിട്ട് എന്ന ലക്ഷണം എഴുതാൻ ചോദിക്കാം. ഒരു ലൈൻ തന്നിട്ട് അതിനെ ഗണം തിരിച്ച് ഏത് ഗണമാണ് അത് ഏത് ലക്ഷണം വൃത്തമാണെന്ന് എഴുതാൻ ചോദിക്കാം. അടുത്തത് ഉക്ത വസന്തതിലക തപജാ ജഗൗഗഹ എന്നാണ് തന്നിട്ടുള്ളത്. അടുത്തത് എന്താണ് വസന്തതിലക എന്ന്? വരികൾ തോറും തകണ ഭഗണ ജഗണ ജഗണ 2 ഗുരു എന്നിവയും ചേർന്ന് 14 അക്ഷരങ്ങൾ യഥാക്രമം ഉണ്ടെങ്കിൽ അതിനെ വസന്തതിലക എന്ന് വൃത്തമാക്കുന്നു എന്നാണ് അർത്ഥം. വസന്തതിലക എന്ന വൃത്തമാണ്. അതിന് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. തകണ ഭഗണ ജഗണ ജഗണ ഗുരുദ്വയം. അതിനിവിടെ പ്രാരഭ്യതേന ഖലു വിഘ്നഭയേന നീജൈഹി എന്ന ശ്ലോകം, അത് നിങ്ങൾ പഠിച്ച ശ്ലോകമാണ്. അതിനവിടെ കൊടുത്തിരിക്കുന്നത്. അടുത്തത് വിയോഗിനി എന്ന വൃത്തം. വിഷമേ സസജാഹ ഗുരുഹു സമേ സഭരാലോധ ഗുരുർ വിയോഗിനി എന്ന ലക്ഷണം എന്താണ്? ഒന്നാമത്തെയും മൂന്നാമത്തെയും വരികളിൽ സഗണം സഗണം ജഗണം ഗുരു എന്നിവ ചേർന്ന് 10 അക്ഷരങ്ങളും രണ്ടാമത്തെയും നാലാമത്തെയും വരികളിൽ സഗണം ഭഗണം രഗണം ലഘു ഗുരു എന്നിവ ചേർന്ന് 11 അക്ഷരമുണ്ടെങ്കിൽ ആ വൃത്തം വിയോഗിനി എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈ വൃത്തത്തിന് സുന്ദരി എന്ന മറ്റൊരു പേര് കൂടിയുണ്ട് എന്നർത്ഥം. ഓക്കെ, അതിന് ഉദാഹരണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ തന്നെ പഠിച്ചിട്ടുള്ള സീതാ വിലാപം ആ ചാപ്റ്ററിൽ എന്താണ് വരുന്ന ശ്ലോകമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത്രയാണ് നമ്മുടെ പാഠത്തിൽ വരുന്നത്. വിയോഗിനിയോട് കൂടി ഈ ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ലപോലെ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുക, നല്ലപോലെ പഠിക്കുക. നല്ല മാർക്കോടുകൂടി തന്നെ നിങ്ങളുടെ +1 ബോർഡ് എക്സാം പാസ്സാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നമസ്കാരം.